ഇവിടെ അനിൽകുമാർ ഇപ്പോൾ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആനുകൂല്യങ്ങളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് സർക്കാരിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം ലഭിക്കുകയാണ്. അത് എന്താവശ്യത്തിനാണോ നിങ്ങൾ നമ്പർ കൊടുത്തത് അതിന് ഘടകവിരുദ്ധമാണ് എന്ന് വാദിക്കാൻ പറ്റും. ഇപ്പോൾ മുഖ്യമന്ത്രി മറ്റെന്തെങ്കിലും കാര്യം ജീവനക്കാരെല്ലാവരും ഞങ്ങളുടെ സർക്കാരിൻ്റെ തുടർ ഭരണത്തിന് വേണ്ടി വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രത്യേക ചിഹ്നത്തിന്, പ്രത്യേക പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നോ മറ്റെന്തെങ്കിലും ഫേവർ ചെയ്യണമെന്നോ ഒക്കെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നോക്കാം. ഇതിപ്പോൾ ഒരു ഔദ്യോഗിക അറിയിപ്പിന്റെ സ്വഭാവത, നിങ്ങൾക്ക് ഇന്ന ആനുകൂല്യങ്ങൾ കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു, അതാ ഞങ്ങൾ ഇത് പുനഃസ്ഥാപിച്ചിരിക്കുന്നു, തന്നിരിക്കുന്നു, അത് ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? യഥാർത്ഥത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇതാണ്. കാരണം നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അരുൺകുമാർ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മെസ്സേജ് വരിക എന്ന് പറയുമ്പോൾ ആ മെസ്സേജ് സ്പാർക്ക് വഴിയാണ് വന്നിരുന്നതെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായേനെ. കാരണം ഞങ്ങൾ ഈ വിവരങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്ന സ്പാർക്കിൽ മാത്രമാണ്. അപ്പോൾ ഒരു പുതിയ സംവിധാനം വഴി ഇത്തരത്തിലൊരു മെസ്സേജ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് നേരത്തെ ഒരു IT മിഷൻ വഴിയാണെങ്കിൽ അവർ നേരത്തെ ഒരു ഫയൽ റൈസ് ചെയ്ത് ഒന്നുകിൽ ഈ ഡാറ്റ, ഇതിപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ, സ്വാഭാവികമായിട്ട് ആരെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിൽ ഇങ്ങെടുത്തതാ എന്ന് പറയുമ്പോൾ കൊണ്ടു കൊടുക്കേണ്ട സാധനമല്ല ഇത്. അതിനൊരു പ്രത്യേക ഫയലുണ്ടാവണം, ആ ഫയലിലൊരു സാങ്ഷൻ ഉണ്ടാവണം. അത്തരത്തിൽ ഒരു ഫയൽ സാങ്ഷൻ ചെയ്തിട്ടാണ് ഈ ഡാറ്റ കൈമാറിയെങ്കിൽ ഞങ്ങൾക്ക് ഈ ആശങ്കയില്ലായിരുന്നു. ഒരു പുതിയ സംവിധാനം വരുന്നു, അതിൽ നിങ്ങളുടെ ഡാറ്റാസ് തരണം, ഞങ്ങൾ ഇന്നതിലേക്ക് കൂടി ഉപയോഗിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു മെസ്സേജിങ് ആണ് ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഗവൺമെൻറ്റിനോ സ്വകാര്യ കമ്പനികൾക്കോ ഡാറ്റ കൈമാറുന്നതിന് കൺസെൻറ്റ് അനിവാര്യമാണ് എന്ന് DPDP ആക്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൻ്റെ കൺസെന്റിന്റെ കാര്യം, ഇപ്പോൾ നിങ്ങളുടെ ഡാറ്റ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ മൊബൈൽ നമ്പർ കൊടുത്തിരിക്കുന്നത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, ശമ്പളവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചത് DA കുടിശ്ശിക സംബന്ധിച്ച്, HRA സംബന്ധിച്ച് ഇങ്ങനെ ഈ വിവരം നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. അതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ? അതൊരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങനെ ഒരു DA കാലാകാലങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇപ്പോൾ ഫിനാൻസിൻ്റെ വിങ്ങായ PRUവിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇത് ഉത്തരവായി വരുമ്പോൾ ഗവൺമെൻറ് ഓർഡറായിട്ട് അത് വരികയാണ്. അത് പബ്ലിക് ഡോക്യുമെൻ്റാണ്. ആ പബ്ലിക് ഡോക്യുമെൻ്റ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്, കാലാകാലങ്ങൾ സംഭവിക്കുന്നതാണ്. അതിനി പ്രത്യേകിച്ച് നമ്മളെ അറിയിക്കാൻ ഒരു മാധ്യമം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് സ്പാർക്കിലൂടെയാണ് വന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ലീവ് അപ്ഡേറ്റ് ചെയ്തില്ല, എൻ്റെ ശമ്പളം കട്ടാവും, അത് സ്പാർക്ക് എനിക്ക് ഇൻഫർമേഷൻ തരും, സ്വാഭാവികമായിട്ട് ഞാൻ അത് വെച്ച് കൈകാര്യം ചെയ്യും. ഇത് സ്പാർക്ക് അല്ല ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡേറ്റ കൊടുത്ത ഭാഗത്തല്ല ഇത് സംഭവിച്ചിട്ടുള്ളത്. മറ്റൊരു ഏജൻസിയോ ഇത് ആരാണ് ചെയ്തതെന്ന് ഇന്നും അറിയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതറിയാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും എനിക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാർ സംവിധാനത്തിനോ എതിരല്ല, സർക്കാരിന്റെ ഒരു കാര്യത്തിനും ഞാൻ എതിരല്ല. പക്ഷേ എൻ്റെ ഡേറ്റ കൈമാറ്റം ചെയ്ത് ഏത് വിധേനയാണ്, ഏത് ഉത്തരവിൻ പ്രകാരമാണ് എന്നതറിയാനുള്ള ഉത്തരവാദിത്വമാണ് എന്നെ സംബന്ധിച്ചോളം നിൽക്കുന്നത്.